ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് തരാം. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്ക് ഏകദേശം എത്ര വയസ്സുണ്ടാവും എന്നൊന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കുക. ഇനിയിപ്പോൾ അടുത്ത ഫോട്ടോ, ഈ കാണുന്ന ആൾക്ക് ഏകദേശം എത്ര വയസ്സുണ്ടാവും എന്നുള്ളത് കണ്ണിൻ്റെ അത്രയും ഭാഗം മാത്രം നോക്കി ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റി കാണും ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. ആദ്യം വിചാരിച്ച ആ ഏജിനെക്കാളും രണ്ടാമത്തെ പിക്ചറിൽ വളരെ ഏജ് കുറഞ്ഞായിരിക്കും നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. ഇതിൽ അധികം ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അണ്ടർ ഐ ബാഗ് മാത്രം നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഇസ് ദ എഫക്ട് ഓഫ് അണ്ടർ ഐ ബാഗ് റിമൂവൽ. ചെറിയ ഓപ്പറേഷനിൽ കൂടെ നമ്മുടെ ഏജും നമ്മുടെ മുഖത്തെ ഒരു എനർജിയും ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അപ്പോൾ ഇത് അവരെ ബാധിക്കുന്ന പല രീതിയിലാണ്. ടയേർഡ് ഫീലിംഗ് കൊടുക്കുക, ചിലപ്പോൾ അവരുടെ ജോബിനെ വരെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ റിസപ്ഷൻ സ്റ്റാഫോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സ് ക്ലയൻസിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ഒരു ചെറിയ ഫാക്ടർ പ്രശ്നം വരാനുണ്ട്. കാരണം ക്ലയൻറ്റ് എപ്പോഴും അവരുടെ അണ്ടർ ബാഗിനെ നോക്കുന്നു, അവർക്ക് ടയേർഡ് ആയിട്ടാണോ ഇയാൾ എൻ്റെ മുമ്പിൽ നിന്ന് ഇരിക്കുന്നത് സംസാരിക്കുന്ന ഡൗട്ട് തോന്നുന്നു. അങ്ങനെ നമുക്ക് ഡൗട്ട് തോന്നിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും വരാറുണ്ട്. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അൺഫോർച്ചുനേറ്റ്ലി വേറെ സർജറി ഇല്ലാത്ത വഴികളില്ല. ലൈക്ക് മസാജിങ്ങോ അല്ലെങ്കിൽ ഫേസ് യോഗയോ അല്ലെങ്കിൽ അവിടെ ഇഞ്ചക്ഷൻസോ ഒക്കെ വെച്ചിട്ട് അത് കുറയ്ക്കാൻ അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല. അതിൻ്റെ ഒരേ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ അണ്ടർ ബാഗ് ഫാറ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് ചെയ്താൽ ദ റിസൾട്ട് ഈസ് യൂഷ്വലി ഡ്രാമാറ്റിക്. വിത്തിൻ ഒരു ഫ്യൂ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ പുതിയ റിസൾട്ടും കാണാൻ പറ്റുകയും ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് പെർമനൻറ്റ്.